എൻ്റെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മലയാളത്തിൽ ഇതേപോലെ വീഡിയോ ചെയ്യുന്നതിനൊക്കെ ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ഞാൻ ജേർണലിസം ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ പല ആൾക്കാരും തെഹൽക്ക നാൾ മുതൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വളരെ മോശമായ രീതിയിലൊക്കെ പല റിപ്പോർട്ടിങ്ങും പലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് വസ്തുതാപരമായ സംഭവങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇതേപോലെ തന്നെ മലയാളത്തിൽ കുറച്ച് ദിവസം ആയിട്ട് ഈ അനിൽ മുഹമ്മദ് തന്നെ എന്നെപ്പറ്റി 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്, മറ്റൊരു സ്ത്രീ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും ചെയ്യുന്നു. ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കത്തൊന്നുമില്ല. അനിൽ മുഹമ്മദിന് റിപ്ലൈ കൊടുത്തതിൻ്റെ കാര്യം, അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റായിട്ടിരുന്ന് ഇതേപോലെയുള്ള ഹെയ്റ്റ് സ്പീച്ചും പരിപാടികളും ചെയ്യുന്നു. അതിനുശേഷം അയാളെ ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. ഉറപ്പായിട്ടും ഞാനും കഥ എഴുതിയിട്ടുണ്ട് ഗവൺമെൻറ് അനിൽ മുഹമ്മദിനെ പറ്റി. എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് അയാൾക്കെതിരെ പോലീസ് കേസ് എടുക്കണം, ക്രിമിനൽ കേസ് എടുക്കണം. പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല, അയാളെ ഞാൻ 3 പ്രാവശ്യം ടെർമിനേറ്റ് ചെയ്തതാണ് ഓഫീസിൽ നിന്ന്, പല ആവർത്തി. കാരണം ഓഫീസ് കം റെസിഡൻസ് ആയിരുന്നു, മറ്റുള്ള സ്റ്റാഫുകളും താമസിക്കുന്ന ഒരു കൊച്ചി സിറ്റിയിലായിരുന്നു. മദ്യവെച്ച് അതിൻ്റെ ഡോർ അടിച്ച് പൊളിച്ച് ആ നാട്ടുകാർ അവിടെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു പോലീസിനെ വിളിച്ച്, ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു ആ സമയത്ത്, അങ്ങനെ 3 പ്രാവശ്യം ഓഫീസിൽ വല്ലാത്ത എപ്പോഴും മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരാൾ. അയാൾ എന്നെ പറ്റി പല വീഡിയോ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മറുപടി ഒന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ അറിഞ്ഞ സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം 1.5 മാസം മെൻ്റൽ ഡിസോർഡറായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. അയാൾ പുറത്ത് വന്നൊരു വീഡിയോ ചെയ്ത് എന്നെപ്പറ്റി ഏതാണ്ടൊക്കെയോ പറയുന്നു. ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ല. എനിക്ക് നിങ്ങൾ പല ആൾക്കാരും വീഡിയോ അയച്ചിട്ട് എനിക്കത് താല്പര്യമില്ല അത് കാണാൻ വേണ്ടി. കാരണം ഒരു അസുഖം പിടിച്ച ഒരാളെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെന്ത് റിപ്ലൈ കൊടുക്കാനാണ്? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്കത് കാണുകയോ കാണാതിരിക്കുക നിങ്ങളുടെ ആവശ്യം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഒരു മെൻ്റലി ഡിസോർഡറായ ഒരാൾ, മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള ഡിസ്ചാർജ് ആയ ഒരാൾ, അയാൾക്കെതിരെ ഞാൻ എന്ത് ലീഗൽ ആക്ഷൻ എടുക്കും? നേരത്തെ അയാൾക്കെതിരെ മറ്റോ കണ്ണൂർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും കിടപ്പുണ്ട്. ഗൾഫ് രാജ്യത്തു നിന്ന് ഡീപ്പോർട്ട് ചെയ്താണ് ഈ മനുഷ്യനെ. ഒരു ബോധവുമില്ല. 3-4 പ്രാവശ്യം വണ്ടി അടിക്ക് 2 വീലർ പോയി ഇടിച്ച് ബഹളം ഉണ്ടാക്കി. പെങ്ങളുടെ കൂടെ ആ പെങ്ങൾ പോലും ഈ സാധനത്തെ ഇറക്കി വിട്ടു. അങ്ങനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അതിരാവിലെ 6 മണി പോലെ മദ്യപാനമാണ്. 2-3 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ അയാൾക്കെതിരെ വല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ പോയി സൂയിസൈഡ് ചെയ്തിട്ട് ഞാനെന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആർക്കെതിരെ വീഡിയോ ചെയ്യണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നോട് പറയുന്നത് എനിക്കതിനോട് താല്പര്യമില്ല. കാരണം എൻ്റെ ഒരു മേഖലയല്ല ഇത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൺവിക്ഷനാണ്. അപ്പോൾ വസ്തുതാപരമായിട്ട് ഇപ്പം സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടുത്തെ MLA ആണ്, മാധ്യമം ഇവിടുത്തെ ഒരു പത്രമാണ്. അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ലാതെ ഈ റോഡിൽ ഒരു ഇതുമില്ലാത്ത ആൾക്കാർ ഇതേപോലെ പറയുവാണെങ്കിൽ ഞാൻ അവർക്കെതിരെ ഒന്നും ഞാൻ പ്രതികരിക്കാൻ പോവില്ല. ഇതെൻ്റെ ഇൻ പ്രിൻസിപ്പലാണ്. പഴയ ആ സംഭവം ഞാൻ അതിൽ ഇന്നും അടിയുറച്ച് നിൽക്കുന്നു. ഈ വീഡിയോയിലെ കണ്ടന്റ്, ഈ എമ്പുരാൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഞാനത് കാണാനും പോകുന്നില്ല. അപ്പം അതിനകത്ത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നു. പല സുഹൃത്തുക്കളും എനിക്ക് ഡിമാൻഡ് ചെയ്തു ഞാൻ 2 വർഷം മുമ്പ് ചെയ്ത വീഡിയോ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി അതിനെപ്പറ്റി പറയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള വെസ്റ്റേൺ ഇന്ത്യ, അതായത് നോർത്ത് ഇന്ത്യ പോലെ ഈ ഗുജറാത്തിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ ഈ അധികം പേര്, നല്ലൊരു ശതമാനം സമാധാനമായിട്ട് ജീവിക്കുന്നവർ. ഒരു ഹിന്ദു കൾച്ചറുണ്ട്, ഒരു ഹിന്ദുത്വമുണ്ട്. പക്ഷെ ഇവർ ഈ സമാധാനമായി ജീവിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഇവരെല്ലാം കച്ചവടക്കാരൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ
അവരുടെ പ്രോപ്പറായിട്ട് ബിസിനസ് നടക്കത്തില്ല. ഫാക്ടറി ജോലിക്കാർ വരത്തില്ല, അവർ വരത്തില്ല, ഇവർ വരത്തില്ല, ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഈ ബന്ധാണെങ്കിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാക്സിമം അവരെ ഒഴിവാക്കുക. ഇതതിൻ്റെ കാര്യം. കാരണം പക്ക കച്ചവടക്കാരാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ കച്ചവടത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം അതുകൊണ്ട് ഈ റയറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകും, പെട്ടെന്ന് അങ്ങ് തീർക്കുകയൊക്കെ ചെയ്യും. അത് സ്പ്രെഡാകാൻ അവിടെയുള്ള ആൾക്കാരൊന്നും സമ്മതിക്കത്തില്ല. കാരണം അത് അവൻ്റെ ലൈഫിനെയും അവൻ്റെ ബിസിനസ്സിനെ അവൻ്റെ ലൈഫ് സ്റ്റൈലിനെ എല്ലാം ബാധിക്കും. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ എന്നാൽ ഗുജറാത്തിൽ പലയിടത്ത് റൈറ്റ് ഉണ്ടായിട്ടുണ്ട്, അയോധ്യ മൂവ്മെൻറ്റ് റൈറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊരു താൽക്കാലിക രീതിയിൽ പെട്ടെന്ന്, അതായത് ഒരു 2-3 hours 4 hours കഴിയുമ്പോൾ വ്യക്തമായ പോലീസ് ഇടപെട്ട് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇതങ്ങ് തീർക്കും. ആ ഗുജറാത്തിൻ്റെ ഈ ജനസംഖ്യയിൽ ഏകദേശം 10-11% മുസ്ലിം കമ്മ്യൂണിറ്റിയാണുള്ളത്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇവർ ഈ ഗുജറാത്തിലെ സെക്കൻഡ് ഗ്രേഡ്, അതായത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഗുജറാത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. ഈ അവിടെ ട്രേഡേഴ്സിന് പല ഇല്ലീഗൽ കാര്യങ്ങൾ വേണം, പലതും വേണം. നിങ്ങൾക്കറിയാം, ഗുജറാത്തിലെ പോലെ ഹവാല നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലല്ലേ. ഇപ്പം ഡൽഹിയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ഈ സിറ്റികളിലൊക്കെ ഈ പണത്തിൻ്റെ ഹവാല സംഭവം നടത്തുന്ന ഗുജറാത്തികളാണ്. അത് വളരെ വിസിബിളായി സംഭവം. ഇപ്പം ഇവരുടെയൊക്കെ സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റികളുള്ളവർ. അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ പറ്റും? അതങ്ങനെ അതിൻ്റെ പണം അവിടെ കൊണ്ട് കൊടുക്കുന്നു, ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. ഈ സംഭവം കാരണം വലിയ ബിസിനസ് സംഭവമാണ് ഗുജറാത്തിൽ നടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ബിസിനസ് അല്ല, ഹ്യൂജ് ബിസിനസ്സാണ്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന 5 കോടി 10 കോടി ട്രാൻസാക്ഷൻ, അങ്ങനല്ല. 100 കോടി 150 200 കോടിയൊക്കെയാണ് ഹവാല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നരേന്ദ്രമോദി വന്ന സമയത്ത് പുള്ളി അവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഇഡിയുടെ കേസുകൾ എടുത്ത് നോക്കുക, ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളിക്കറിയാതെ വസ്തുത, സ്റ്റേറ്റിന് ഇഡിയുമായിട്ട് യാതൊരു പവറും ഇല്ല. പ്രധാനമന്ത്രിയായ ശേഷം നിങ്ങൾ ആ ശരിക്കും അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുക, ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഗുജറാത്തികൾക്കെതിരെയാണ്. അപ്പം അവരോടാണ് പറയുന്നത് നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ സംഭവമാണ്, സത്യമുള്ള കാര്യം ഇത്. കാരണം ബിസിനസിൻ്റെ ഭാഗമായിട്ടും ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് ആൻഡ് ക്യാരി, ഈ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇപ്പോഴും അത് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ ഹവാല എന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഗുജറാത്തികളും മാർവാടികളും, ഏറ്റവും കൂടുതൽ ഗുജറാത്തികൾ തന്നെ. ഉറപ്പായിട്ടും മാർവാടികളുണ്ട്, സിന്ധികളുണ്ട്. ഞാനീ പറയുമ്പോൾ ഈ ഗുജറാത്തിൻ്റെ മദ്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് അവിടെ ബാനാണ്, കാരണം ഗാന്ധിജിയുടെ സ്റ്റേറ്റ്. പക്ഷെ അടുത്ത് ദാമൻ ദിയു കിടക്കുക, 2 യൂണിയൻ ടെറിട്ടറി. അപ്പം ആ ഒരു ചെറിയ ഭാഗത്ത് കൺസ്യൂം ചെയ്യാവുന്ന മദ്യത്തിനൊരളവുണ്ട്. പക്ഷെ അതിൻ്റെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ കണക്ക് പുറത്ത് വരുമ്പോൾ ഈ 2 ചെറിയ കേന്ദ്രഭരണ പ്രദേശത്ത് അതിൻ്റെ കണക്ക് വരുമ്പോൾ അത് കേരളത്തിൻ്റെ പകുതിയോളം അവർ കൺസ്യൂം ചെയ്യുന്നു, ഈ ചെറിയ 2 പോക്കറ്റ്. ബേസിക്കലി അവിടെ വരുന്ന മദ്യം മുഴുവനും പോകുന്ന അവിടെ ഗുജറാത്തിലോട്ട്. ഇതൊരു ഭയങ്കര നെറ്റ്വർക്കായത്. അപ്പം ഇതെങ്ങനെ ഇപ്പം മദ്യം അവിടുന്ന് കൊണ്ടുവന്നു, ഇത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടായി, കാരണം ആൾക്കാരിൽ എത്തിക്കണ്ടായി. കാരണം സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ ഇല്ലീഗലാണ് ഈ സാധനം. അത് ചെയ്യുന്നത് മുഴുവനും ഈ ഗലികളെന്ന് പറയും. ഈ ഗുജറാത്തിൽ പോയവർക്കറിയാം ഈ സംഭവം, ഗലികൾ. ഈ ഗലികളുടെ അകത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം അവരുടെ ആഹാര രീതി വ്യത്യാസം. അവർ ബീഫ് കഴിക്കുന്നവരുണ്ട്. ഗുജറാത്തിലൊക്കെ ബീഫ് കിട്ടിയത് തെറ്റായിട്ട് ചില സുഡാപ്പികളൊക്കെ പറയുന്നത് അവിടെ ബീഫ് കിട്ടും. ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട്. ഇത് പശുവല്ല, ഇത് പോത്ത്. കാരണം ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെ എല്ലാം ഈ സാധനം അവൈലബിൾ. കാരണം അവരുടെ കടകളുണ്ട്, ഇതൊക്കെ അവർ വിൽക്കുന്നുണ്ട്.
അത് തെറ്റായ പലതും തെറ്റായിട്ടാണ് പലതും റിപ്പോർട്ട് ചെയ്യും. ഞാൻ അവിടുന്ന് ബീഫ് കഴിച്ചിട്ടുണ്ട്, ഈ പറയുന്ന അഹമ്മദാബാദ് സിറ്റിയിലും സൂററ്റിലും ഈ ഗോത്രയിൽ, അവിടെയൊക്കെ ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ട് ഈ സംഭവം. കാരണം പോത്തായി ഇത്, വീണ്ടും പറയുന്നത് ഇത് പശുവോ കാളയൊന്നുമല്ല, പോത്ത്. ഈ ഇല്ലീഗലായിട്ട് നടക്കുന്നൊരു ട്രേഡുണ്ട്, ഈ മറ്റേ ഈ കള്ളൻ്റെ കച്ചവടം. ഇത് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അവിടെയുള്ള മുസ്ലിംസാണ്. ഡിസ്ട്രിബ്യൂഷൻ, ഇത് സ്റ്റോക്ക് ചെയ്യുക. ഈ സ്റ്റോക്ക് ചെയ്യുന്നിടത്തൊന്നും പോലീസൊന്നും കയറി വരാൻ പറ്റത്തൊന്നുമില്ല ആ രീതിയിൽ. കാരണം ഞാൻ പോയി മേടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പം ഒരു പറയുമ്പോൾ ഇവരുടെ ഈയുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഈ സാധനം മേടിച്ചു കൊടുത്തരാ ഞാൻ ഇവിടെ ഹയറ്റ് ഈ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത്. അപ്പം അതേപോലെ തന്നെ ഗുജറാത്തെ ഭൂമികുലുക്കം, അവിടെയാണെങ്കിൽ ഇത് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു ജേർണലിസ്റ്റാണ് പറയുന്നത് സംഭവം. ഇവരാണ് മുഴുവൻ ഇതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയാം അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര ഏകദേശം 1000-1500 കോടി രൂപയുടെ ഇല്ലീഗൽ ബിസിനസ് നടക്കുമ്പോൾ, ഞാൻ ഒരു റഫ് ഫിഗറാണ് പറഞ്ഞത്, അതിനൊക്കെ മുകളിലാണ് 3000-4000 എന്നൊക്കെയാണ് ചില സീനിയർ ആയിട്ടുള്ള എക്സൈസും പോലീസ് ഓഫീഷ്യൽസൊക്കെ പറയുന്നത്. അപ്പം അതിനകത്തൊരു ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ടാകും, കാരണം ഇത് ഡീൽ ചെയ്യാൻ, കാരണം കൊണ്ടു കൊടുക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതും ഈ പറയുന്ന തൊപ്പി വെച്ച മുസ്ലിങ്ങളാണ്. ഇതെൻ്റെ റിയാലിറ്റി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഹിന്ദുക്കളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തു കൊടുക്കുന്ന അവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഈ 10% എന്ന് പറയുന്നത് 7-8% ഇതിൻ്റെ അകത്താണ് ഇൻവോൾവ്. അതാണ് അവരുടെ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത്, എക്കോണമി എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഇതിൻ്റെ പല ലീഡേഴ്സൊക്കെ ഉണ്ട്, ലോക്കൽ ലീഡേഴ്സ്. പെട്ടെന്നാണ് അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടെന്ന് ആൾക്കാർ കൂടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തെരുവിലോട്ടൊക്കെ ഇറങ്ങത്തില്ല, ഒരു കാര്യമില്ല. ഇത് സ്ഥിരമുള്ള പരിപാടിയായിരുന്നു ഗുജറാത്തിൽ. അല്ലാതെ എല്ലാ സിറ്റികളിലും മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് പെട്ടെന്ന് എന്തെങ്കിലും പറയുന്നു, പ്രൊവോക്ക് ചെയ്യുന്നു, സ്പാർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് റോഡിലിറങ്ങുക, വണ്ടികൾ തടയുക, അത് തടയുന്നു, ഇത് തടയുന്നു, ആൾക്കാർ. കാരണം ഗുണ്ടകൾ പോലും മനസ്സിലാക്കുക, ഈ ബോംബെയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ദാവൂദ് ഇബ്രാഹിമാണ്, ഹാജി മസ്താൻ, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗ്യാങ്സ്റ്റേഴ്സും ഗുണ്ടകളുണ്ട്. കാരണം വ്യവസായികളെ മറ്റുള്ളവരെ വിരട്ടാനും മറ്റുള്ള പണം വാങ്ങാനും അതും ഇതുമൊക്കെ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഗുണ്ടകൾ വരെയുണ്ട്. ഇവരെല്ലാം ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഒരൊറ്റ ഹിന്ദുക്കളില്ലായിരുന്നു, വളരെ കുറച്ച് ഹിന്ദുക്കളേ ഉള്ളൂ. അപ്പോൾ ഇത് അഹമ്മദാബാദ് സിറ്റിക്കകത്ത് ഗുണ്ടകൾ മുഴുവൻ ഇവരാണ്. ഇവർ പറയുന്ന ആ സിറ്റിക്കകത്ത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളും ഇവർ ഉപയോഗിക്കും. കാരണം അങ്ങനെ ഒരു രീതിയിലാണ് അഹമ്മദാബാദ് ആ സിറ്റിക്കകത്ത് ഗ്യാങ്സും ഗുണ്ടകളും കള്ളും കച്ചവടവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സും പോലീസും എല്ലാവരും ഒരു അൺഹോളി നെക്സസായി. അപ്പം ഇതവിടെയുള്ള സാധാരണക്കാരൻ്റെ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങി. അത് വളരെ ആളുകളോട് ബാധിക്കാൻ തുടങ്ങി. സാധാരണയായിട്ട് നോർമലായിട്ട് ജീവിക്കുന്നവരെ പോലും ഈ ഗുണ്ടകളുടെ പെരുമാറ്റവും ഇലിസിറ്റ് കച്ചവടക്കാരും ഈ പോലീസുകാരും എല്ലാം ഒറ്റ റാക്കറ്റായി. ഇതിനെ എതിർക്കാൻ പറ്റത്തില്ല. അധിക സമയത്തും അവിടെ മോദിക്ക് മുമ്പ് ഭരിച്ച BJPയുടെ നേതാക്കൾ പോലും ഈ റാക്കറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം കേശുഭായ് പട്ടേലാണെങ്കിൽ ശങ്കർ സിംഗ് ബഗേലയാണെങ്കിലും ആരെ എടുത്ത് നോക്ക്, ഇവരൊക്കെ. അപ്പം അവിടെ ഒരു കൊല്ലപ്പെട്ടൊരു നേരത്തെ ഒരു ഹോം മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, പേര് ഞാൻ മറന്നു, അയാളൊക്കെ റാക്കറ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഈ റാക്കറ്റാണ് ബേസിക്കലി ഗുജറാത്തിൻ്റെ പൊളിറ്റിക്കൽ റാക്കറ്റ്. ഇവരാണ് പണം കൊടുക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും BJPക്കാണെങ്കിലും. കാരണം ഇവരുടെ ഇത്ര എമൗണ്ട് വരും. കാരണം ഇലക്ഷൻ മത്സരിക്കാനും ബൂത്ത് പിടിക്കാനും ആൾക്കാരെ ഇരുത്താനും. ഞാൻ ഈ പറയുന്നത് മനസ്സിലായി, ഒരു അൺഹോളി നെക്സസ് നെറ്റ്വർക്ക് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അവിടെ. കാരണം ബോംബെയുടെ കൾച്ചറും ഉണ്ട്, മറ്റേ അണ്ടർവേൾഡ് കൾച്ചറും ഉണ്ട്, അതെല്ലാം കൂടെ കയറി. കാരണം നേരത്തെ മഹാരാഷ്ട്രയുടെ ഭാഗമായിരുന്നില്ല ഗുജറാത്ത്. പിന്നെ സൈഡുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഈ റാക്കറ്റും ഗ്യാങ്ങും അവിടെ ബൂം ചെയ്ത സമയത്താണ് ഈ ഗോദ്ര ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഞാൻ കൃത്യമായിട്ട് പറയാം, ഗോദ്ര എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റ് ഈ സ്വാമിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവമൊന്നുമല്ല.
അവരൊരു കോച്ചങ്ങ് ക്യാപ്ചർ ചെയ്ത് കയറി അങ്ങിരുന്നു, കർസേവകരാന്നും പറഞ്ഞുകൊണ്ട്. അവിടെ കപ്പൽ ഇതൊക്കെ വിൽക്കാനൊക്കെ വന്ന് പയ്യൻ്റെ ഏതാണ്ട് ചായ എങ്ങാണ്ട് മേടിച്ച് പ്രശ്നമായി, വാക്ക് തർക്കമായി, ബഹളമായി. അത് പെട്ടെന്ന് അതിൻ്റെ ചുറ്റും താമസിക്കുന്ന ആൾക്കാർ മുഴുവനും ഈ കുടിലൊക്കെ ഇട്ട് അവിടെ നിന്നാണ് ഈ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത്. ഇവര് നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ഇപ്പോഴതില്ല. കാരണം റെയിൽവേയുടെ ഇവർ തന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന സ്റ്റൗവും മണ്ണെണ്ണയും ഒക്കെ വെച്ച് അവിടെ തന്നെ വെച്ച് റൊട്ടി ഉണ്ടാക്കി തരും. കാരണം ചൂടോടെ, കാരണം രാത്രിയിലുള്ള വണ്ടികൾ പകലുള്ള വണ്ടികൾക്ക് വേണ്ടി ഫ്രഷായിട്ട് അവിടെ വെച്ച് തരുന്ന റൊട്ടി അത് ഗോതമ്പ് റൊട്ടി നമ്മൾ പറയത്തെ. അപ്പം അത് ഇവരുടെ കയ്യിൽ അവിടെ വെച്ചിട്ട് ട്രെയിൻ വരുന്ന സമയത്ത് ഒരു ഒട്ട ഉണ്ടാക്കിയിട്ട് അതേ അവിടെ കയ്യിൽ പാക്ക് ചെയ്ത് അതിനു വേണ്ടി അവിടുന്ന് പെട്രോൾ പുറത്തുനിന്നോ മണ്ണെണ്ണ പുറത്തുനിന്നോ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കാണുന്ന സംഭവമുണ്ട്. ഇതിനകത്ത് FIR-നകത്ത് ഫോറൻസിക്കിലൊക്കെ പറയുന്നത് ഇത് മണ്ണെണ്ണയാണ് ഒഴിച്ച് പെട്രോൾ അവിടെ പെട്രോൾ എങ്ങനെ അവിടെ പെട്ടെന്ന് കിട്ടുന്നത്. തെറ്റായ രീതിയിലാണ് പലതും. ഞാനും ഇതാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തിൻ്റെ തുടക്കം അങ്ങനൊന്നുമല്ല, ഈ പറയുന്ന രീതിയൊന്നുമല്ല ഗ്രൗണ്ട് റിയാലിറ്റി. അപ്പോൾ ഈ ചെറുക്കനുമായിട്ട് ബന്ധപ്പെട്ട് അവന് തലയിലും കണ്ട് അടി കൊടുത്തു. അത് പെട്ടെന്ന് ഇതായി പ്രശ്നമായി. അവിടെയുള്ള പെട്ടെന്നാണ്, നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്നൊരു മുസ്ലിം പയ്യന് ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേരും. ഈ ഗോത്ര സ്റ്റേഷൻ്റെ അടുത്ത് ഈ താമസിക്കുന്നവർ, ചെറിയ കുടിലൊക്കെ ഇട്ട് താമസിക്കുന്നവരെല്ലാം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, ഈ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. പാവം പിടിച്ചവരാണ് അവർ. പെട്ടെന്ന് പ്രകോപനം ഉണ്ടായി, സ്വാമിമാരെ അടിയും ബഹളവും പ്രശ്നമായി. അത് കഴിഞ്ഞ് തീ കത്തി. ഈ സ്വാമിമാരെ കൊണ്ട് അവർ ഡെഡ് ബോഡിയും കൊണ്ട് പോയൊരു പോക്കുണ്ട് അവിടുന്ന് അഹമ്മദാബാദിലോട്ട്. അവിടെ വെച്ചാണ് ഈ സംഭവം പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ ഈ സംഭവം ഗുജറാത്ത് മുഴുവനും വ്യാപിക്കുന്നത്. അവർ ഡെഡ് ബോഡി കൊണ്ടുപോയ ആ യാത്രയിൽ. പിന്നീട് ഈ അവിടെ ഗുജറാത്തികൾക്ക് ഈ ഗ്യാങ്ങിനോടും മുസ്ലിം പ്രശ്നമെല്ലാം കൂടെ അവന്മാരിത് പിടിച്ചങ്ങ് നികത്തി. പിടിച്ച പോലീസ്, നമുക്ക് പറയാം, പോലീസിനോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പോലീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. ഞാൻ പറയുന്നതല്ല, അതിനുശേഷം പല ആൾക്കാരും അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പലതും ചെയ്തിട്ട് പോകും. എത്രയോ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് വന്നു. ഇവരെല്ലാം പറയുന്നു ആ സമയത്ത് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്പൊറാഡിക്കായിരുന്നു. പെട്ടെന്നാണ് സംഭവം ബഹളം ഇതങ്ങ് അതിശക്തമായ രീതി. ഇപ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവിടുന്ന് ഇത് ഡീപ്പായിട്ട് കയറി അങ്ങ് പോയി. ഇതിൽ ആൾക്കാർക്ക് മറ്റേ പ്രശ്നം തലയ്ക്കകത്തുണ്ടായിരുന്നു. എന്ത് പ്രശ്നമാണ് പെട്ടെന്ന് മൂവ്മെൻറ്റ് പ്രൊവോക്കേഷൻ വരുന്നു, അതൊക്കെ പിടിച്ചങ്ങ് നികത്തി ശരിയാക്കി കളഞ്ഞു. ആദ്യം ഇവരാണ് കയറി ഉടക്കൊണ്ട്. അത് ലോകത്തെല്ലായിടത്തും ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം. അവർ ആദ്യം കയറി പ്രശ്നം ഉണ്ടാകും, പിന്നെ അടിച്ചങ്ങ്. ഇപ്പം ഈ നാഗ്പൂരിലുണ്ടായ പ്രശ്നം നിങ്ങൾ കണ്ടു. ആദ്യം ഇവർ കയറി പ്രശ്നം ഉണ്ടായി, പിന്നെ അടിച്ചങ്ങുതുക്കി. ഗുജറാത്തിലെ പ്രശ്നം പിന്നെ അടിച്ചങ്ങുതുക്കി. ഇത് തന്നെയാണ് ഗുജറാത്തിലും ഉണ്ടായത്. ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി, പെട്ടെന്ന് പ്രശ്നമായി, പിന്നെ ഒരു ഇത് അതേപോലെ തന്നെ ഈ ഗോത്രയുമായി ബന്ധപ്പെട്ട് ഈ പയ്യനുമായിട്ട് അത് പെട്ടെന്ന് സ്പ്രെഡായി പോയത്. അത് മറ്റു പലയിടത്തും ഇവർ പെട്ടെന്ന് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു. അപ്പോഴൊന്നും സാധാരണക്കാർക്ക് ഈ ഇഷ്യൂ അറിയത്തില്ല. പിന്നീടാണ് അറിയുന്നത്, പിന്നെയാണ് വാർത്തയെ കൂടെ അറിയുന്നത്, ഇത്ര സ്വാമിമാരെയൊക്കെ ട്രെയിനിൻ്റെ ഇത് കത്തിച്ചു. പിന്നെ അവരുടെ യാത്ര വരുന്നു. പിന്നീടൊരു താണ്ഡവം എന്ന സംഭവമാണ് ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത്. ഒതുക്കി കളഞ്ഞു, നാശമാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് നാശമാക്കി അടിപ്പടലൊരു ദൂരെ കളഞ്ഞു. അവരുടെ ഈ ഗലികളിലൊക്കെ കയറി നാശമാക്കി കളഞ്ഞു, ശരിയാക്കി കളഞ്ഞു. അതിനകത്ത് BJP-ക്കാരും അതിനകത്ത് അങ്ങനെ പറയാൻ പറ്റുന്നത് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പെരുമാറിയത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതാണ് എക്സാക്റ്റായിട്ട് അവിടെ സംഭവിച്ചത്. അപ്പം അതിനകത്ത് പിന്നീട് പട്ടാളം വരുന്നത് 48 hours എടുത്തിട്ടുള്ളവരൊക്കെ ഒതുക്കി. കാരണം ഹിന്ദി സിനിമ അയാളുടെ നസറുദ്ദീൻ ഷായുടെ ജ്യേഷ്ഠനായിരുന്നു അന്നത്തെ രാജസ്ഥാനിലെ നോർത്തേൺ കമാൻഡിൻ്റെ ഹെഡ്, മേജർ ജനറൽ. പിന്നീട് അയാൾ
അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറൊക്കെ ആയി. അയാളാണ് GOC, ജനറൽ ഓഫീസർ കമാൻഡിങ്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് പട്ടാളം വന്ന് 48 hours മുഴുവൻ സംഭവം തീർത്ത് കൈ കൊടുത്തു. അപ്പോൾ പറയാൻ പോകുന്നത്, ഇതിനെപ്പറ്റി പിന്നീട് വന്ന പല സംഭവങ്ങളും, ന്യൂനപക്ഷ സംഭവം, ഇതൊക്കെ പറയുന്നത് ബേസിക്കലി അവിടെ ഈ മോദിയെ തകർക്കാനുണ്ടായ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയുടെ ഭാഗമാണ്. അവിടെ പോലീസ് നിഷ്പക്ഷം എന്ന് പറയുന്നതിനേക്കാളും പോലീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പട്ടാളത്തെ വിളിച്ചത്. പിന്നെ അവരുടെ ആ ജനങ്ങളുടെ അകത്ത് കിടന്ന പകയും പ്രശ്നമൊക്കെ ഉണ്ട്. ഇത്രയും വർഷമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം കൂടെ തീർത്തങ്ങ് കൊടുത്തു. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരു കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ട്. ഈ മോദി ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ഏറ്റവും കൂടുതൽ അമ്പലം പൊളിച്ച ആളായാലും, അതൊക്കെ അറിയ സംഭവം. ഏകദേശം 100-600 അമ്പലങ്ങളാണ് മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് പൊളിച്ചത്. കാരണം നമ്മളിപ്പോൾ അഹമ്മദാബാദ് സിറ്റിയിലാണെങ്കിലും മറ്റു പല സിറ്റികളൊക്കെ പോകുമ്പോൾ അവിടെ പഴയത്, ഞാൻ ഈ പറയുന്ന മോദിയൊക്കെ വരുന്നതിന് മുമ്പ്, രണ്ടാം പ്രാവശ്യം മോദിയൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് ഗുജറാത്തിൻ്റെ അവരുടെ അമ്പലങ്ങളെല്ലാം റോഡിന് വീതി കൂട്ടാൻ പറ്റുന്നില്ല. കാരണം ഒരു ഗുജറാത്തികൾ ഭയങ്കരമായിട്ട് വിശ്വാസികളാണ്, ഹിന്ദു വിശ്വാസികളാണ്. ഇതെല്ലാം ഇവരുടെ ഈ റോഡ് വീതി കൂട്ടാൻ പറ്റത്തില്ല, റോഡ് അനങ്ങാൻ പറ്റത്തില്ല, ട്രാഫിക് ബ്ലോക്ക്, ഇതേപോലുള്ള അമ്പലങ്ങളാണ് ഗുജറാത്ത് സിറ്റി, അഹമ്മദാബാദ് സിറ്റിക്കകത്ത്, പല സിറ്റിക്കകത്ത്. മോദി വന്നിട്ട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് ഈ സ്വാതന്ത്ര്യം മുഴുവൻ എടുത്തു കളയണമെന്ന് പറഞ്ഞു. കാരണം സിറ്റി ഡെവലപ്പ് ചെയ്തേ മതിയാവത്തുള്ളൂ. അതിൻ്റെ പേരിൽ ഈ അമ്പലം 500 അമ്പലമാണ് പുള്ളി പൊളിച്ച് കളഞ്ഞത്. എന്നിട്ട് അവിടുത്തെ ഗുജറാത്തി ഹിന്ദുക്കൾ മിണ്ടിയോ? എൻ്റെ ചോദ്യം നിങ്ങൾ പറയും, ഇത് കേൾക്കുന്നവർ നിങ്ങൾ പറയും, ആ മിണ്ടിയോ? അപ്പം അത്രമാത്രമൊക്കെ തീവ്രതയൊന്നുമില്ല, അവർ വിശ്വാസികളാന്നേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മോദിയുമായിട്ട് ഉടക്കുണ്ടാവുന്നത്. കാരണം ഈ അമ്പലങ്ങൾ പൊളിച്ചതിൻ്റെ പേരിൽ ആ VHPയുടെ അവിടുത്തുകാരനൊരു നേതാവുണ്ടല്ലോ, ഒരു സീനിയർ ആയിട്ടുള്ള, അവരുമ്പോൾ ഉടക്കുണ്ടാവുന്ന അമ്പലം പൊളിച്ചതിൻ്റെ പേരിലാണ്. പിന്നെ മോദി ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററായിരുന്നു ഗുജറാത്തിൽ. അതോടുകൂടി മറ്റേ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ന് വരെ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ലൈഫിൽ പോലും അവരെ പെട്ടെന്നുള്ള പ്രകോപന പ്രസംഗങ്ങളോ റാലിയോ പ്രൊട്ടസ്റ്റോ നടത്തിയിട്ടില്ല. പേടിച്ചു പോയി. അത്ര പേടിയാണ് കിട്ടിയത്. കംപ്ലീറ്റ് 10 മടക്കകത്തിരുന്നു. ഇപ്പം പല ആൾക്കാരും ചിന്തിക്കും, പല രീതിയിൽ പറയുമ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗുജറാത്ത് കലാപം ആവശ്യമായിരുന്നു. അതോടുകൂടി അവരുടെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടി. ഈ ഇലിസിറ്റ് ലിക്കർ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സീനിയർ നേതാവായിരുന്നു. ഗുജറാത്തുകാർക്ക് കംപ്ലീറ്റ് സോണിയാഗാന്ധിയാണ് എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ ഗുജറാത്തിൽ നിന്ന് കിട്ടുന്ന പണം ശരിക്കും പോയിക്കൊണ്ടിരുന്ന AICC ഡൽഹിയിലോട്ടായിരുന്നു അതിൻ്റെ. കാരണം അവരാര് ഭരിച്ചാലും, മോദിക്ക് മുമ്പ് ആര് ഭരിച്ചാലും അതിൻ്റെ ഒരു മേജർ ഷെയർ ഡൽഹി പോകുമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്, പാർട്ടി ഫണ്ടായിട്ട്. അപ്പം അങ്ങനെ അതിനെ നിയന്ത്രിച്ചതിൻ്റെ പേരിലാണ് അഹമ്മദ് പട്ടേൽ ഈ പോസ്റ്റ് പെട്ടെന്ന് കയറി വന്നത്. ഇതിനകത്ത് ഒത്തിരി കള്ളക്കളിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പല നേതാക്കളുടെയും, കാരണം ഭയങ്കര ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ ഈ പറയുന്ന ഈ മദ്യക്കച്ചവടം എന്ന് പറയുന്നത്, അതാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ നെറ്റ്വർക്ക് മുഴുവൻ അങ്ങ് തീർന്നു. അതിനുശേഷമാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ ഗുജറാത്തിൽ പൂജ്യമായി മാറിയത്. ഇതാണ് കാരണം, സാമ്പത്തികം ഇല്ലാതായിപ്പോയി. ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ,
കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.